ഹായ്, ട്രാവൽ ക്യാപ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര തിരുവനന്തപുരത്തെ പ്രധാന ബീച്ചുകളൊന്നായ കോവളം ബീച്ചിലേക്കാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വന്നു പോകുന്ന വളരെ മനോഹരമായ കാഴ്ചയുള്ള ബീച്ച് കൂടിയാണിത്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് ദൂരം. നമ്മൾ തിരുവനന്തപുരത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് മെയിനായിട്ട് ഇത് തന്നെയായിരിക്കും. ബൈപ്പാസ് ആയതുകൊണ്ടായിരിക്കും, നല്ല റോഡാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് അധികം തിരക്കുമില്ല റോഡിൽ. കോവളം വിഴിഞ്ഞം ഇതെല്ലാം സെയിം റൂട്ടാണ്. നമുക്ക് കോവളം ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കോവളം ബീച്ചിലേക്കും ലെഫ്റ്റ് വിഴിഞ്ഞത്തേക്കും പോകാൻ പറ്റും. കോവളം ജംഗ്ഷൻ എത്തി. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് വേണം പോകാൻ. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഇനി ബീച്ചിലേക്ക്. ഇതാണ് ബീച്ചിലേക്ക് വന്നിറങ്ങുന്ന ബസ് സ്റ്റോപ്പ്. ഇവിടെ താഴോട്ട് പോകുന്നതാണ് ബീച്ചിലേക്കുള്ള വഴി. പിന്നെ ഇതല്ലാതെ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്ത് വേറൊരു വഴിയും കൂടെ ഉണ്ട് ബീച്ചിലേക്ക് പോകാൻ. ഇവിടെ ബീച്ച് 2 ഭാഗത്തായിട്ടാണുള്ളത്. നമ്മളിപ്പോൾ പോകുന്ന ഭാഗമല്ലാതെ അപ്പുറത്തെ സൈഡിൽ വേറൊന്നും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ ആദ്യം വന്ന് ഇറങ്ങുന്നത്. ഇവിടെയാണ് റിസോർട്ടൊക്കെ ഉള്ളത്. അങ്ങനെ ബീച്ചെത്തി. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണ്. കാരണം രാവിലെ ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല, നല്ല ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ തിരക്ക് കുറവാണ്. ഇനിയിപ്പോൾ തിരക്ക് കാണും, കാരണം ഒക്ടോബർ ടു ഫെബ്രുവരി ഇവിടെ സീസൺ ടൈമാണ്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. പാർക്കിംഗ് ഫീ ഇല്ലെന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെ ആരെയും കണ്ടില്ല. അത് വാങ്ങിക്കുന്ന ആരെയും ഇവിടെ കണ്ടില്ല. നമുക്കിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് താഴെ ബീച്ചിലോട്ട് നടക്കാം. ഞാനവിടെ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് ഒരു ചേട്ടൻ വന്നായിരുന്നു. പുള്ളിയുടെ ബോട്ട് സർവീസ് നടത്തുന്ന ആളാണ്. നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി കടലിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് പിന്നെ ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഈ പാറയിലൊക്കെ എന്തോ നെറ്റ് ഇട്ടിട്ടുണ്ട്. സംഭവം ആരും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയായിരിക്കും, കാരണം ചറുക്കുന്നതുകൊണ്ട് അപകടമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി നെറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ സൈഡ് വഴി ഇറങ്ങി ബീച്ചിലോട്ട് നടക്കാം. വെള്ളമെല്ലാം ഒരു രക്ഷയില്ല. രാവിലെയും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കാം. വലിയ ആഴമില്ല ഈ ഭാഗത്തൊന്നും. ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ കഴിക്കുന്ന ചിപ്പിയാണ്. ഇതിവിടെ ഈ പാറയുടെ സൈഡിലൊക്കെ ഒരുപാടുണ്ട്. കാരണം ഈ തിരവന്ന് അടിച്ചടിച്ച് അതിൽ പായലും അതിൽ ഈ ചിപ്പിയും ഒരുപാട് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്.
ഞാനിപ്പോൾ ഇപ്പുറത്തെ വശത്തോട്ട് വന്നു. നമ്മൾ വരുമ്പോൾ കാണുന്ന പള്ളിയുടെ പുറകുവശത്ത് എല്ലാവരും ആദ്യം വരുമ്പോൾ ഇറങ്ങുന്നത് അവിടെയാണ്. ഇവിടെ ഇപ്പോൾ വലിയ തിരക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഈ ചേട്ടൻ ഇപ്പോൾ കടലിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് കാര്യം പിടികിട്ടിയത്. പുള്ളിപ്പോൾ പോയിട്ട് വന്ന വള്ളം ഒരു തടി ചേർത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ കെട്ടഴിച്ച് ഈ തടിയെ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യും. ഈ ഒരൊറ്റ കെട്ടിൻ്റെ ബലത്തിലാണ് ഈ വള്ളം കടലിൽ പോയിട്ട് തിരിച്ചു വരണതെന്ന് നമുക്ക് അതിശയം തോന്നും. ഇനി ഞാൻ പോകുന്നത് നമ്മൾ ആ ബസ് സ്റ്റോപ്പിൻ്റെ ആ ഭാഗത്തുള്ള ബീച്ചിലേക്കാണ്, ഹൗവ ബീച്ചിലേക്ക്. അവിടെ കുറച്ച് കാണാൻ കുറച്ച് നല്ല രസമുള്ള കാഴ്ചകളുണ്ട്. പിന്നെ നമുക്ക് അതുവഴി ലൈറ്റ് ഹൗസിലും പോകാൻ പറ്റും. ഇത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള വഴിയാണ്. കാരണം നമുക്ക് ആ ബസ് സ്റ്റോപ്പിൻ്റെ അതുവഴിയും പോകാം. പക്ഷേ അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്കവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് ഈ വഴിയാകുമ്പോൾ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഹൗവ ബീച്ച്. അപ്പോൾ ഇവിടെ ഇപ്പം നല്ല തിരക്കുണ്ട്. അപ്പുറത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം ഒരുപാട് തിരക്കാണ്. കാരണം ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതുവഴി നമുക്ക് നടന്ന് അങ്ങോട്ട് കാണാൻ ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകളുണ്ട്. ഇതുവഴി നമുക്ക് ലൈറ്റ് ഹൗസിലും പോകാൻ പറ്റും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ തുറന്നിട്ടേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് കടകളുണ്ട്. ഹോട്ടൽ മാത്രമല്ല, ഒരുപാട് കടകളുണ്ട്. ഇതിനൊക്കെ നല്ല ചാർജും ആവുമായിരിക്കും, കാരണം ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഫുൾ കറുത്ത മണ്ണാണ്. അവിടെ നിന്ന് കണ്ടതിലും ഭയങ്കര വ്യത്യാസമാണ് ഇവിടുത്തെ മണ്ണ്. നമ്മളിപ്പോൾ വന്ന വഴി നടന്നാൽ നമുക്ക് നേരെ ആ കാണുന്ന ലൈറ്റ് ഹൗസിലോട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ.
ഈ കയറ്റം കയറി വേണം ലൈറ്റ് ഹൗസിലോട്ട് പോകാൻ. അല്ലാതെ വണ്ടിയിൽ വരണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് വേറെ വഴിയുണ്ട്. നമ്മളിപ്പോൾ വന്ന വഴിയാണെങ്കിൽ നടന്നു വരാനേ പറ്റുള്ളൂ, കാരണം അവിടെ ഒരു പടിക്കെട്ടുണ്ട്. അങ്ങനെ ലൈറ്റ് ഹൗസ് എത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ വളരെ ചെറിയ ചാർജേ ഉള്ളൂ. ലൈറ്റ് ഹൗസിൻ്റെ താഴ്ഭാഗത്തായിട്ട് എത്തി. അകത്ത് കയറും മുമ്പ് ഇതിന് ചുറ്റുമൊന്ന് നടന്ന് കണ്ടിട്ട് കയറാം. കാരണം നമ്മൾ വരുമ്പോൾ തന്നെ ഒരു വ്യൂ കാണാൻ പറ്റും. ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ ആണത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് ഇതിനകത്ത് കയറാം. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ടായിരിക്കാം. നമ്മൾ ലൈറ്റ് ഹൗസിലോട്ട് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും കേരളത്തിൽ എവിടെയൊക്കെയാണ് ലൈറ്റ് ഹൗസ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ചാർട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ലൈറ്റ് ഹൗസിനെ പറ്റിയുള്ള വേറൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനും വെച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചെറിയൊരു സ്റ്റെയറാണ്, ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോകാൻ പറ്റുന്ന ഒരു സ്റ്റെയറാണ്. അത് കയറി വേണം മേളിലോട്ട് പോകാൻ. അത് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ലിഫ്റ്റ് ഉണ്ട് ഇവിടെ. അതിൻ്റെ നടുക്കായിട്ടൊരു ലിഫ്റ്റും വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റെയർ കയറുമ്പോൾ ചെറിയൊരു വിൻഡോ സൈഡിൽ കാണാൻ പറ്റും. ഈ വിൻഡോ തുറന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. ഇപ്പോൾ നമ്മൾ മുകളിലെത്തി. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറണമെങ്കിൽ ഒരു ചെറിയ സ്റ്റെയറും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറി വന്നതിനേക്കാൾ കുറച്ചും കൂടെ ഇടുങ്ങിയത്. ഇപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ വന്ന പോലെ താഴെ പോകും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത്. നമ്മൾ വന്ന സ്ഥലവും ഇതിന് ചുറ്റുപാടും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്നാൽ കാണാം.